ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നാറുട്ടോ ചാപ്റ്റർ 1 ചാപ്റ്റർ 2ൻ്റെ ഇതിൻ്റെ കളക്ഷൻ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇന്നത്തോടെ നാറുട്ടോ ചാപ്റ്റർ 2 ഇവൻ്റ് ഫ്രീ ഫയറിൽ നിന്ന് വിട പറയുകയാണ്. അപ്പോൾ നാറുട്ടോ ചാപ്റ്റർ 3 ഒഫീഷ്യലായി കൺഫേം ആയിട്ടുണ്ട് ഗൈസ്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്കമിങ് വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോട്ട് കിടക്കാം. നാറുട്ടോ ഗെയിമിൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ 5ാമത്തെ സെക്ഷൻ നോക്കിയാൽ അവിടെ കൊളാബ് എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ ചാപ്റ്റർ 1 ചാപ്റ്റർ 2ൻ്റെ കളക്ഷൻ കാണാം. എൻ്റെ കളക്ഷൻസൊക്കെ കാണിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നാറുട്ടോ ചാപ്റ്റർ 1ൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് നോക്കിയാൽ 5 ബണ്ടിൽസ് കാണാം. അതിൽ സാസ്കയുടെയും നാറുട്ടോയുടെയും ബണ്ടിൽ ഞാൻ എടുത്തിരുന്നു, പക്ഷേ ജിറയുടെ ബണ്ടിൽ എടുക്കാൻ പറ്റിയില്ല. പിന്നെ സാക്കുറയുടെയും കക്കാഷിയുടെയും ബണ്ടിൽ മിസ്റ്ററി ഷോപ്പിലാണ് വന്നത്, അത് ഞാൻ എടുത്തില്ല ഗൈസ്. പിന്നെ അടുത്ത വെപ്പൺ സെക്ഷനിൽ നോക്കിയാൽ നമുക്കിവിടെ 6 2 എടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് ഗ്ലൂ വാളും വേറൊന്ന് ഗൺസ്കിനും. ഗ്ലൂ വാളും നാറുട്ടോ അസെൻഷന് വേണ്ടി വന്നതാണ്, അതുകൊണ്ട് അതെടുത്തു. പിന്നെ ഇത് സാസ്കയുടെ റിംഗവൻ്റിൽ നിന്ന് എടുത്തതാണ് ഈ ഗൺസ്കിന്. അത്യാവശ്യം നല്ല ലെജൻഡറി എഫക്റ്റുള്ള ഗൺസ്കിനാണ്. പിന്നെ അടുത്തത് എമൗണ്ട് സെക്ഷനിൽ പോയാൽ 8 2 എടുത്തോളൂ. ഒന്ന് റെസിൻഗാനും പിന്നെ ഒന്ന് ലുക്ക് ചേഞ്ചറും. ഇത് രണ്ടും നാറുട്ടോയുടെ അസെൻഷന് വേണ്ടി എടുത്തതാണ്. ഇതാണ് ബാക്കിയൊക്കെ റിവാർഡ്സ് നാറുട്ടോ ഇവനിൽ എടുത്തത്. ഇത്രയൊക്കെയാണ് നാറുട്ടോ ഇവൻസിന് ചാപ്റ്റർ 1ൽ നമ്മൾ എടുത്തത്. നാറുട്ടോ ചാപ്റ്റർ 1ൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബണ്ടിൽ നാറുട്ടോയുടെ ബണ്ടിലായിരുന്നു. പിന്നെ 5 ഹൊക്കാഗയുടെ ഗ്ലൂ വാളും സൂപ്പറായിരുന്നു. 4 ടോക്കൺ വരെ കിട്ടി. 5ാമത്തെ ടോക്കൺ വേണ്ടി കുറേ പോകേണ്ടി വന്നു. ഏകദേശം 5500 ഡയമണ്ടാണ് നാറുട്ടോ എടുക്കാൻ ഞാൻ പൊട്ടിച്ചത്. അത്രയും ഡയമണ്ട് വേണ്ടി വന്നു ഗൈസ് നാറുട്ടോ ബണ്ടിൽ എടുക്കാനായിട്ട്. 3 ലുക്ക് ചേഞ്ചറൊക്കെ ഉണ്ടല്ലേ. പിന്നെ സാസ്കയുടെ ബണ്ടിൽ എടുക്കാൻ 2500 ഡയമണ്ടാണ് ആയത്. പിന്നെ ഗൺ സ്കിന് നമ്മൾ ആ സ്പിന്ന് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ലക്കിൽ വീണതാണ്. സെക്കൻഡ് ഓഫ് ഓൾ ഇതാണ് നാറുട്ടോ ചാപ്റ്റർ 2ൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ നമുക്ക് നോക്കിയാൽ 6 ബണ്ടിൽസ് കാണാം. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബണ്ടിൽ ഇറ്റാച്ചിയുടെ ബണ്ടിലാണ്. പിന്നെ പെയിൻ്റെ ബണ്ടിലും ഒബീറ്റയുടെ ബണ്ടിലും എടുത്തില്ല ഗൈസ്, കാരണം എനിക്ക് അത്ര വർത്തായിട്ട് തോന്നിയില്ല, പിന്നെ അത്ര ഗുമ്മും തോന്നിയില്ല. അടുത്ത് നോക്കിയാൽ നമുക്ക് വെപ്പൺ സെക്ഷനിൽ പോയാൽ നമ്മൾ ഗ്രനേഡിൻ്റെ സ്കിൻ എടുത്തു. പിന്നെ അക്കാറ്റ്സ്കി തീമിലുള്ള M60 എടുത്തു. പിന്നെ ഒരു ബാറ്റ് എടുത്തു. പിന്നെ ഒരു സ്കൈത്ത് എടുത്തു. പിന്നെ എമൗണ്ട് സെക്ഷനിൽ പോയാൽ 8 എമൗണ്ടിൽ 4 എമൗണ്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇറ്റാച്ചിയുടെ ലുക്ക് ചേഞ്ചർ, സീൻ ചേഞ്ചിങ് സുസന എമൗണ്ട്, ഇത് അത്യാവശ്യം ഗുമ്മായിരുന്നു ഗൈസ്. പിന്നെ ഫയർ സ്റ്റൈൽ ജിറ്റ്സുവിൻ്റെ എമൗണ്ട് മാതയുടെ അവൻ്റെ നിന്ന് എടുത്തത്. പിന്നെ ഇറ്റാച്ചി അസെൻഷനിൽ നിന്ന് നമ്മൾ ഈ ഒരു എമൗണ്ടും സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതാണ് അടുത്ത ബാക്കിയുള്ളതിലൊക്കെ. ബാക്കി 17 നമ്മൾ 12 എടുത്തു. ടോട്ടലിൽ നമ്മൾ വന്നിട്ട് ചാപ്റ്റർ 1ൽ തന്നെ 35 കളക്ഷനിൽ നിന്ന് 14 എടുത്തു. ചാപ്റ്റർ 2ൽ നിന്ന് 40 25 എടുത്തു. ഏകദേശം പകുതി എടുത്തു ചാപ്റ്റർ 2ൽ നിന്ന് ചാപ്റ്റർ 1നേക്കാളും. എനിക്ക് ചാപ്റ്റർ 1നേക്കാൾ ചാപ്റ്റർ 2 ആണ് ഇഷ്ടപ്പെട്ടത്. ചാപ്റ്റർ 1ൽ നാറുട്ടോ ഉണ്ട്, സാസ്കയുണ്ട്, കക്കാഷി, ജിറ എല്ലാം കൊള്ളാം, പക്ഷേ സാക്കോ ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണ് ഇഷ്ടപ്പെട്ടത്? ചാപ്റ്റർ 1 ആണോ ചാപ്റ്റർ 2 ആണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ വായിച്ച് നോക്കട്ടെ ആർക്കൊക്കെയാണ് ചാപ്റ്റർ 1 ഇഷ്ടം, ചാപ്റ്റർ 2 ഇഷ്ടമെന്ന്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്തടുത്ത വീഡിയോസ് കിടിലൻ വീഡിയോസായിട്ട് ചെയ്യാൻ എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ ജോയിനിങ് അവർ ഗെയിമിംഗ് ഫാമിലി ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നവരെല്ലാം.